ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് യുവർ ഇന്ത്യൻ സ്റ്റോം റൈഡർ. നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. DJI Action 3യുടെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ DJI Action ക്യാമറയുടെ ആദ്യത്തെ നമ്മൾ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത്. അതുപോലെ എന്തൊക്കെ നമുക്ക് ഈ ബോക്സിൽ ലഭ്യമാണ്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് കോംബോ പാക്കാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഫസ്റ്റ് ഈ സ്റ്റിക്കറൊക്കെ പറിച്ച് പോയിട്ട് ഇതിലുള്ളിൽ ഇതാണ് നമ്മുടെ ഓസ്മോ ആക്ഷൻ 3 സ്റ്റാൻഡേർഡ് കോംബോയാണ് നമ്മൾ എടുത്തുള്ളത്. 1 ഇയർ വാറൻറ്റി ഒക്കെ ഉണ്ട്. ഇതിൽ വരുന്നത് ആക്ഷൻ കോംബോയിൽ ഔട്ട്ഡോർ ആക്ഷൻ ക്യാമറയും പിന്നെ അതുപോലെ കുറച്ച് ഗിംബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇത് മെമ്മറി കാർഡ് ഇതിനൊപ്പം കിട്ടുന്ന മെമ്മറി കാർഡല്ല, നമ്മളിത് സെപ്പറേറ്റ് അടിച്ചാൽ 128 GB മെമ്മറി കാർഡാണ്. അതോട്ടിരിക്കട്ടെ. പിന്നെ ഇത് നമുക്കിനി തുറക്കണം. കത്തിയൊന്നുമില്ല, അപ്പോൾ നമുക്ക് പേന കൊണ്ട് സെറ്റ് ചെയ്യാം. ഇത് കളയണ്ട, ഇതിൽ വാറൻറ്റി കാർഡൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇതിൻ്റെ ഒപ്പം ഒരു കാർഡൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള കാർഡാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാം. പിന്നെ ക്യാമറ ഉണ്ട്. ക്യാമറ കണ്ടോ. കിട്ടില്ല, അതൊക്കെ ഒരു പോവുകയാണ്. ഇന്ന് സ്റ്റിക്കറൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ, ബ്രാൻഡിൻ്റെ. പിന്നെ ബാറ്ററി ലിഥിയം എന്താ എക്സ്ട്രീം ബാറ്ററി ആണെന്ന് തോന്നുന്നു. അത് ബാറ്ററി. പിന്നെ നമുക്ക് ഒരു സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ബോക്സ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ബോക്സിൻ്റെ ഉള്ളിൽ പിന്നെ വരുന്നത് Type-C to Type-C കേബിളാണ് ഒരെണ്ണം. പിന്നെ ഒരു കവറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കിയേക്കാം. ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്, മൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഒപ്പം. അതുകൊണ്ട് മാറ്റിക്കാം. നമുക്ക് പിന്നെ ഒരു പ്രൊട്ടക്റ്റിംഗ് കവറുണ്ട്. നോക്കട്ടെ, തുറക്കട്ടെ. ഒരു പ്രൊട്ടക്ഷൻ കവറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലെൻസിൻ്റെ മുകളിലൂടെയുള്ള റബ്ബറിൻ്റെ പ്രൊട്ടക്ഷൻ കവറുണ്ട്. ഇത് രണ്ടെണ്ണമാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. നമുക്കിതൊക്കെ ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബാറ്ററി, ക്യാമറ, മൗണ്ട്, പിന്നെ പ്രൊട്ടക്റ്റിംഗ് കവറ്, പിന്നെ ലെൻസിൻ്റെ കവറ്, പിന്നെ കേബിള്. മൗണ്ട് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ടൈപ്പാണ്. അത് നമുക്ക് നോക്കി നോക്കാം. അതിന് മുമ്പ് നമുക്ക് ക്യാമറയുടെ ഈ കവറൊക്കെ അഴിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ DJI Action 3. നമുക്കിനി ഇത് ഓണാക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ബാറ്ററി ഇടണം. അപ്പോൾ നമുക്കിതിൽ ബാറ്ററി മെമ്മറി കാർഡ് കിട്ടും നോക്കാം. ആദ്യം ഈ സൈഡിൽ ഈ ആരോ കാണാൻ പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ തുറക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ഫസ്റ്റ് ഈ മെമ്മറി കാർഡ് ഇടാം. ഇതിൻ്റെ മെമ്മറി കാർഡിൻ്റെ ലെറ്റർ ഇങ്ങനെ ഈ സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിൽ മെമ്മറി കാർഡ് ഇടാൻ. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാറ്ററി ഇടാം. പിന്നെ പവർ ബട്ടൺ വരുന്നത് ഇവിടെയാണ്. അതുപോലെ റെക്കോർഡിംഗ് ബട്ടൺ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഈ ഇതമർത്തി തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ C ടൈപ്പ് ചാർജർ ചെയ്യാനും പറ്റും. പിന്നെ ഡാറ്റാസ് വേണമെങ്കിൽ കോപ്പി ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കാം. ഇതിൽ ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ ഉണ്ട്, അതുപോലെ ബാക്കിലും ഒരു സ്ക്രീൻ ഉണ്ട്. അതിൽ ഈ ഫ്രണ്ട് സ്ക്രീനും ബാക്ക് സ്ക്രീനും ടച്ച് സ്ക്രീനാണ് വരുന്നത്.
അപ്പോൾ നമുക്ക് ഇതിൽ ഇംഗ്ലീഷ്, അപ്പോൾ ഇതിൽ നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിലൊരു സ്കാനിങ് കാണിക്കുന്നത് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡൗൺലോഡ് DJI Mimo ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കാനിങ് സെറ്റപ്പ് കാണിക്കുന്നുണ്ട്. നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. സൈറ്റിലേക്കാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഫസ്റ്റ് ക്രിയേറ്റ് യുവർ ഓൺ ഫീച്ചർ വീഡിയോസ് ഗെറ്റ് ആസ് എ മാനുവൽ, പിന്നെ ഈസി ടു യൂസ് ഗൈഡ് ഫോർ ബിഗിനേഴ്സ് ഒക്കെ ഇതിലുണ്ട്. ഈ DJI Mimo ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഒരു APK ആയിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണെന്ന് അറിയില്ല. ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ നിന്നാണ് നമ്മളിത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ്രോയിഡിലും iOS-ലൊക്കെ 2 ടൈപ്പ് ഉണ്ട്. ഇത് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെറ്റ് കുറച്ച് സ്ലോ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇത് ഇങ്ങനെ ടേൺ ഓഫ് ചെയ്യണ പോലെ കാണിക്കുന്നുണ്ടായിരുന്നു, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ പോയി, ടച്ച് ചെയ്തപ്പോൾ വീണ്ടും അത് അങ്ങനെ സ്ക്രീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ടൈം 5 ടൈം വരെയാണ് സ്കിപ്പ് ചെയ്യാനുള്ള ടൈമുള്ളതെന്ന് അതിൽ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. സംഭവം നമുക്കറിയില്ല. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ആപ്ലിക്കേഷനും ഇതും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓണാക്കിയപ്പോൾ അതിൽ ബ്ലൂടൂത്ത് ഓണാക്കാനുള്ള ഓപ്ഷൻ വന്നു. അപ്പോൾ ഞാൻ ഓണാക്കി ഓട്ടോമാറ്റിക് കണക്ട് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിൽ എന്തോ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ടേംസ് ഓഫ് യൂസ്. അപ്പോൾ അഗ്രി കൊടുത്തു. അലോ ടു ആക്സസ് ദ ഡിവൈസ് ഇൻഫർമേഷൻ ആക്ടിവേറ്റ്, നെക്സ്റ്റ് ആക്ടിവേറ്റ്. ഇതിൽ ആക്ടിവേറ്റിങ്ങിൽ കാണിക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ 2 ഇങ്ങനെ ഓരോന്നിങ്ങനെ ലോഡായി വരുന്നതിൻ്റെ കാണിക്കുന്നുണ്ട്. 2 ടിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു ടിക്ക് കൂടി വരാൻ തോന്നുന്നു. കൺഫർമേഷൻ ആക്ടിവേഷൻ ഇൻഫോ വിത്ത് സെർവർ. ശരിക്കും പറഞ്ഞാൽ കുറേ അധികം പ്രോസസ്സിങ്ങിലൂടെയാണ് ഇപ്പോൾ നമുക്ക് ഇത് കണക്ഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണേ. കുറേ ടൈമായി. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് വില ഉണ്ടാവില്ലേ നമ്മളിതിൻ്റെ മുകളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആക്ടിവേഷൻ സക്സസ്ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷട്ടർ ബട്ടൺ എവിടെയാണ്, ക്വിക്ക് സ്വിച്ച് ബട്ടൺ എവിടെയാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എവിടേക്ക് ഹൊറിസോണ്ടലി സെൻറ്ററിൽ എവിടെയൊക്കെ സൂം ചെയ്യേണ്ടെന്ന് അങ്ങനത്തെ ഓപ്ഷൻസ്. പിന്നെ എൻജോയ് ലൈവ് വ്യൂ ഇൻ DJI Mimo ഓഫറിങ് പ്രൈസസ് കൺട്രോൾ ഷൂട്ടിംഗ് സ്റ്റോട്ട് ലൈവ് കൊടുക്കുന്നതായിരുന്നു. മാനേജ് ഫയർ എഫിഷ്യൻസി ട്യൂട്ടോറിയൽസ് ഉണ്ട്. അപ്ഡേറ്റ് റെഗുലർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. സെർച്ച് ഫോർ ഡിവൈസ് വീണ്ടും കണക്ട് കൊടുത്തു. കണക്ട് ഡിവൈസ് കണക്ട് കൊടുത്തു. സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നെറ്റ്വർക്ക് എറർ കാണിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. HV നോട്ട് സപ്പോർട്ട് കറണ്ട് ഡിവൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ സാധനങ്ങൾ മാറ്റാണ്ട് കുറച്ച് എവിടെ കിടക്കുന്നതാണോ ഇവിടെ. ഇതിൻ്റെ വീഡിയോ ഫോർമാറ്റ് മാറ്റണം. വീഡിയോ സെറ്റിങ്സിൽ പോയിട്ട് വീഡിയോ കംപ്രഷൻ എന്ന സംഭവമല്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സാധാരണ എഡിറ്റിങ്ങിനൊക്കെ നമുക്ക് H.264 അല്ലേ നമുക്ക് നല്ലത് പ്രീമിയറിലൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ആ ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് പോവാം. അത് നമ്മുടെ ഫോണിലും മറ്റേ ടൈപ്പ് സപ്പോർട്ട് ചെയ്യില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് H2 ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നടക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. പിന്നെ സ്ക്രീൻ ഓഫ് ആൻഡ് റെക്കോർഡിങ്ങിൽ സ്ക്രീനിൻ്റെ ഓഫ് ടൈം നമുക്ക് വേണമെങ്കിൽ അത്രയും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുമ്പോൾ ഇതിൻ്റെ സ്ക്രീന് ഇങ്ങനെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും
എത്ര സെക്കൻഡ് വരെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 സെക്കൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഓണായിട്ട് എടുക്കും. ഇപ്പോൾ തന്നെ ഒരു കുറച്ച് സമയമാകുമ്പോൾ തന്നെ ഇത് ക്യാമറ കുറച്ച് ഹീറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടില്ലേ, ഇതിലിപ്പോൾ കാണുന്നതൊക്കെ നമുക്ക് മൊബൈൽ ഫോണിൽ കാണാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഈ ഫോണ് ഇതിൽ കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ എല്ലാം ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ 4K ആണെങ്കിൽ 4K ആക്കാം, അതുപോലെ റെക്കോർഡ് ചെയ്യാം. കുറച്ച് ഹാങ് ആവുന്നില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 3 സെക്കൻഡാണ് നമ്മുടെ സ്ക്രീനിൻ്റെ ടൈമിങ് കൊടുത്തുള്ളത്. അതുകൊണ്ട് 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സ്ക്രീൻ ഓഫ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓൺ ആവണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണായി വരും. പിന്നെ ഫോണും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഇപ്പോൾ ഒരു ഡിലേ കാണിക്കേണ്ടത് ഫോണിൻ്റെ ഹാങ് ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. ഇത് ഓഫ് ചെയ്യാൻ നമുക്ക് റെക്കോർഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. SD കാർഡിൽ എത്ര സൈഡുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ ഇനി നമുക്ക് ഇതിൻ്റെ കേസ് ഇട്ട് നോക്കി നോക്കാം പ്രൊട്ടക്റ്റിങ്ങിൻ്റെ. പക്ഷേ നമുക്ക് ആദ്യം ഇത് പവർ ഓഫ് ചെയ്യാം, കാരണം ഇതിൽ ഇനി 14% ചാർജുള്ളൂ. നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് അൺബോക്സിങ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ കേസ് ഇട്ടിട്ട് നോക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിങ്ങനെ മുകളിലേക്കാക്കിയിട്ട് ഓണാക്കിയിട്ട് ഓപ്പൺ ചെയ്യാം, ഇങ്ങനെ ലോക്ക് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ആക്കാനേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് കടത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരും, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇതിന് എക്സ്ട്രാ ഇതിൻ്റെ മുകളിലുള്ള റബ്ബർ ക്യാപ്പാന്ന് തോന്നും, പക്ഷെ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മാഗ്നറ്റിക് സംഭവമുണ്ട്, മൗണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. ഇതിലിങ്ങനെ ജസ്റ്റ് പ്രസ്സിങ് ടൈപ്പാണ്, ഓട്ടോമാറ്റിക് ക്യാച്ച് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ലോക്കാവും. ഇതിങ്ങനെ വീണ്ടും ഇവിടെ പ്രസ് ചെയ്തിട്ട് ബാക്കിൽ വലിക്കുക. കുറച്ച് കട്ടിയുള്ളതാണ്, കിട്ടുന്നില്ല, ഭയങ്കര ടൈറ്റാണ്. പക്ഷെ നല്ല ഇത് കണ്ടില്ലേ, ഈ സംഭവം ലോക്ക് ഇതിൻ്റെ മുകളിൽ ക്യാച്ച് ചെയ്യും. അപ്പോൾ പിന്നെ ഇവിടെ ഇത് മാഗ്നറ്റിക്കാണ്, പ്രസ്സായി ഭയങ്കര ലോക്കാണ്. ലോക്ക് സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ് ഇതിൻ്റെ. പിന്നെ നമുക്കിനി ഇത് ഹെൽമെറ്റും ഇങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ ഇതിന് കേബിള്, ഇത് വേറെ മൗണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗണ്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാം. അതേസമയം തന്നെ ഇതിപ്പോൾ ഊരിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഇങ്ങനെ മറ്റേ റീൽസ് വെർട്ടിക്കൽ ടൈപ്പിലും എടുക്കാം. നമുക്ക് റീൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഡിസ്പ്ലേ ഇതുപോലെ ചേഞ്ച് ആവണം. ഇതിപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഇതുപോലെ ഇതിൽ ഇങ്ങനെ റെക്കോർഡാവും. അപ്പോൾ നമുക്ക് റീൽസൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ 2 ടൈപ്പ് ഓപ്ഷൻസാണ് ഇതിലുള്ളത്. ഇത് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. പക്ഷേ ഭയങ്കര ലോക്ക് സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ്. ലോക്കായി കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് പാടാണ് പിന്നെ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇതിൻ്റെ പവർ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ DJI ആക്ഷൻ ക്യാമറ 3യുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ വീണ്ടും ചാനൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്താലൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്തൊക്കെ പോകുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ, സ്റ്റേ വിത്ത് മീ, ടേക്ക് കെയർ, ബൈ.